നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിന്റെ പരിചരണത്തിലിരുന്ന ചന്ദ്രിക ടീച്ചർക്ക് നൽകിയ പരിചരണത്തിന് നന്ദി പറയാനെത്തിയ കുടുംബം സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിക്കുകയും സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സഹായമായി 2 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തു. പ്രസിഡന്റ് VJ തോംസൺ ചെക്ക് ഏറ്റുവാങ്ങി. എൽസമ്മ ജോൺസൺ, സ്റ്റാഫ് ഇൻചാർജ് സിസ്റ്റർ ഷൈജി എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ കൊച്ചി സെന്ററിൽ ഇന്ന് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ചേർന്നു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനെ കുറിച്ചും പൊതുവായ മറ്റ് വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം പ്രസിഡന്റ് സുബൈദ റഹീം ആദ്യത്തെ കൂപ്പൺ ബുക്കുകൾ വോളണ്ടിയർ ഷൈനിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, ട്രഷറർ തോമസ് വർഗീസ്, മറ്റു ഭാരവാഹികളായ കുര്യൻ, KU ബാവ, സോമസുന്ദരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ച് മൂവാറ്റുപുഴ സെന്ററിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചനും സ്റ്റാഫ് അംഗങ്ങൾക്കും കൂപ്പണുകൾ കൈമാറി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി സന്നിഹിതനായിരുന്നു. ആൽഫ കുട്ടനാട് സെന്ററിന്റെ പരിചരണത്തിലിരുന്ന സിന്ധുവിന്റെ 1ാം ചരമദിനത്തിൽ സെന്ററിൽ പ്രാർത്ഥന നടത്തി. തയ്യൽപ്പണി ചെയ്ത് കുടുംബം നോക്കിയിരുന്ന 47-കാരിയായ സിന്ധു ലുക്കീമിയെ തുടർന്നായിരുന്നു 2025 ഫെബ്രുവരി 20 നിര്യാതയായത്. ആൽഫ കുടുംബാംഗങ്ങളും സിന്ധുവിന്റെ കുടുംബാംഗങ്ങളും പ്രാർത്ഥനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.